അരിച്ചണം വണക്കം. ഒരു കഥ സൊല്ലട്ടുമാ. ഇത് കുറേ നാൾ മുമ്പ് കേട്ടറിഞ്ഞൊരു കഥയാണ്. ഒരു മന്ത്രിയും രാജാവും കൂടി നാട് ചുറ്റാൻ ഇറങ്ങി. അപ്പോൾ ഒരു കൃഷിക്കാരൻ വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് രാജാവ് കണ്ടു. അപ്പോൾ രാജാവിന് ഇത് കണ്ടിട്ട് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ രാജാവായിട്ട് പോലും എനിക്ക് ഇത്രയും മനസ്വസ്ഥത കിട്ടുന്നില്ല. ഈ ആള് ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും കൃഷി സ്ഥലത്ത് പണി ചെയ്യുന്നു, എല്ലാം ബുദ്ധിമുട്ടുന്ന ആള് എങ്ങനെ ഇത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു എന്നുള്ള രാജാവിന് സംശയം. അപ്പൊ ഇവര് വേഷം മാറിയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പൊ മന്ത്രി പറഞ്ഞ് രാജാവ് പുള്ളിയുടെ മനസ്സമാധാനം കളയാനായിട്ട് ഒരു വഴിയുണ്ട്. കുറച്ച് പണച്ചെലവുള്ള കാര്യം, അത് കുഴപ്പമില്ല, അത് ഞാൻ ചെലവാക്കിക്കൊള്ളാം, മനസ്സമാധാനം കളഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോ ഒരു 299 സ്വർണ്ണ നാണയങ്ങൾ വേണമെന്ന് പറഞ്ഞു മന്ത്രി. അത് ശരിയാക്കാം. അപ്പൊ 2 100-ലും ഒരു 2 സഞ്ചിയിൽ 100 വീതവും ഒരു സഞ്ചിയിൽ 99 സ്വർണ്ണ നാണയം വെക്കണം. ശരിയെന്ന് പറഞ്ഞ ഒരു രാത്രിയിൽ ഈ സ്വർണ്ണ നാണയം ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കൃഷിക്കാരുടെ വീടിന് മുമ്പിൽ കൊണ്ടേ വെച്ചു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ അവിടെ പോവാം, നമ്മൾ വേഷം മാറിയിട്ട് അവിടെ പുള്ളിയുടെ വീടിന്റെ പരിസരത്ത് ചുറ്റിക്കറങ്ങാം, എന്നിട്ട് കാര്യം നോക്കാന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ കൃഷിക്കാരൻ കൃഷിക്ക് പോകാൻ നോക്കുമ്പോൾ ഒരു 3 സഞ്ചി ഇരിക്കുന്നു. അപ്പൊ സഞ്ചി ഇരുന്നെടുത്ത്, ഇത് പലരും കേട്ട് കാണും ഇത് കേട്ടോ. അപ്പൊ എണ്ണി തുടങ്ങി. അപ്പോ എണ്ണിയപ്പോ 2 എണ്ണത്തിൽ 100 ഉണ്ട്, 1 എണ്ണത്തിൽ 99 ഉണ്ട്. ഇങ്ങനെ ഇത് 99 ഉള്ളത് പല പ്രാവശ്യം എണ്ണി തുടങ്ങി. എന്ത് ചെയ്തിട്ടും 100 ഒക്കുന്നില്ല. ഇങ്ങയുടെ സമാധാനം പോയി. അപ്പൊ പിന്നെ ഇത് എണ്ണലോടെ എണ്ണലായി. അവിടെ കംപ്ലീറ്റ് വീടിന് ചുറ്റും ഒരു സ്വർണ്ണ നാണയം വീണ് പോയിട്ടുണ്ടോ എന്നുള്ള സംശയമായി. ഭാര്യയോട് ചോദിക്കലായി, അയൽവക്കക്കാരോട് ചോദിക്കലായി. പുള്ളിക്ക് പിന്നെ രാത്രി ഉറക്കമില്ല. രാജാവിന് സന്തോഷമായി. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലര് എനിക്ക് ദക്ഷിണ അയക്കും. അപ്പോ ഞാൻ ഈ ദക്ഷിണയുടെ കാര്യം പറഞ്ഞപ്പോൾ ചിലര് പേഴ്സണലി പറഞ്ഞ് വരുന്നത് മഹാലക്ഷ്മിയാണ്, എന്തിനാണത് തട്ടണത്? ഒന്നുമില്ല, തട്ടുന്നില്ല, സന്തോഷത്തോടെ സ്വീകരിക്കാം. പക്ഷെ അയക്കുന്ന ആള് വാട്സാപ്പ് നമ്പരോ കോണ്ടാക്ട് നമ്പരോ കിട്ടിയാൽ ആ ലക്ഷ്മിയെ സ്വീകരിക്കാനായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് ചിലർ ഒരു ഡീറ്റെയിൽസും തരികയില്ല. അവര് തരുന്നതിന്റെ അവസാനത്തെ 4 അക്കം വെച്ചുള്ള നമ്പർ ചെക്ക് ചെയ്താല് അല്ലെ പേര് ചെക്ക് ചെയ്താല് കാണുകയില്ല. മനസ്സിലായ കാര്യം? ഇനിയും ഞാൻ നോക്കാനായിട്ട് ഇത് കടലിലെ തിര പോലെയാണ്, കുറെ തിര വരും. അത് ഇപ്പൊ തീർന്നു വിചാരിക്കും, പിന്നെയും മെസ്സേജുകളുണ്ട്. ഒരു 60-ന് മേല് മെസ്സേജുകൾ നോക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ദയവ് ചെയ്ത് ഈ മഹാലക്ഷ്മിനെയൊക്കെ അയച്ചു തരുന്ന എല്ലാവരോടും എൻ്റെ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ മഹാലക്ഷ്മിനെ അയച്ചു തരുന്നവർ അവരവരുടെ നമ്പറുകളോടി ദയവ് ചെയ്ത് അറിയിക്കുക കേട്ടാ. ഇന്നിപ്പോ ഇതുപോലെ ലക്ഷ്മിയുടെ പര്യായമുള്ള ഒരു വ്യക്തി 501 രൂപ അയച്ചു തന്നു. പക്ഷേ ഞാൻ മെസ്സേജ് അയച്ച് പ്ലീസ് ഷെയർ യുവർ വാട്സാപ്പ് നമ്പർ എന്ന് അയച്ചിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി, റിപ്ലൈ ഇല്ല. ദയവ് ചെയ്ത് ഇനി എനിക്ക് മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാനായിട്ട്, ആ രാജാവിനെ പോലെ ഇതാകാണ്ടിരിക്കാനായിട്ട് ആരാണ് അയച്ചതെന്ന് വെച്ചാൽ അവരുടെ കിട്ടി എനിക്ക് തിരിച്ച് അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കേണ്ട ധാർമ്മിക ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുവരെയും ദക്ഷിണ തന്ന എല്ലാവരെയും ഞാൻ വിളിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ദക്ഷിണ തരാത്ത വളരെയധികം പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മനസ്സമാധാനമാണ്. ഞാൻ കുറെ പേരെ വിളിച്ചല്ലോ, സന്തോഷമായി. ദക്ഷിണ തരുന്നവരെ ഞാൻ തീർച്ചയായിട്ടും വിളിക്കേണ്ടത്, അതൊരു കടപ്പാടുമുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ അയക്കുന്നവർ ദയവ് ചെയ്ത് ഡീറ്റെയിൽസ് അയക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ഓൾ. താങ്ക് യു ആൾ.